നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് വല്ലപ്പുഴയിൽ 15 വയസ്സുകാരിയെ കാണാനില്ല. പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വല്ലപ്പുഴ സ്വദേശിയുടെ മകളെയാണ് ഇന്നലെ മുതൽ കാണാതായത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ട്യൂഷൻ ക്ലാസ്സിന് ശേഷം ബന്ധു വീട്ടിൽ പുസ്തകമെടുക്കാൻ പോകുകയാണ് എന്ന് കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, കൂട്ടുകാരികൾ നൽകുന്ന മറ്റൊരു മൊഴി ഇതിനുശേഷം വസ്ത്രം മാറിയതിനു ശേഷമാണ് പോയത് എന്നാണ് കൂട്ടുകാരികൾ മൊഴി നൽകിയിരിക്കുന്നത്. 9 മണിയോടെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ നിന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടി. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എന്തായാലും 15 വയസ്സുകാരിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. CCTVയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരികളുടെ മൊഴികൾ നിർണായകമായി മാറിയിരിക്കുകയാണ്. അതേസമയം നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരി റോഡിലുള്ള PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പണിതീരാത്ത ഹാളിനുള്ളിലാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹം എന്നാണ് സംശയം. കോളേജിൽ ഉടമയുടെ മൊബൈൽ ഫോണും കാറും കണ്ടെത്തി. മൃതദേഹം അബ്ദുൾ അസീസിൻ്റെത് തന്നെയാണെന്ന് പോലീസ് സംശയിക്കാൻ കാരണം ഇതാണ്. സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് എന്നാണ് നിലവിലെ നിഗമനം. ഇന്ന് രാവിലെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. നിർമ്മാണം നടക്കുന്ന ഹാളിനുള്ളിലാണ് ഇത്തരത്തിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കോളേജ് ഉടമയായ അസീസിന് കടബാധ്യതയുണ്ട്. നാട്ടുകാർ ഇദ്ദേഹത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് പറയുകയുണ്ടായി. കടം വാങ്ങിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ ബഹളമുണ്ടാക്കിയിരുന്നുവെന്നും ആളുകൾ പറഞ്ഞു. ഇന്നലെ കോളേജ് പരിസരത്ത് അസീസിനെ കണ്ടിരുന്നുവെന്നും നാട്ടുകാർ വ്യക്തമാക്കി. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.